അതുപോലെ തന്നെ രേണുസുതി ഒരു മുസ്ലിം യുവാവുമായിട്ട് പ്രണയത്തിലാണെന്ന് പറഞ്ഞ റൂമേഴ്സ് വരുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് എന്താണ് പറയുന്നത്? നോക്കാം അത് ഉണ്ടോ ഇല്ല നമുക്ക്. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ 2 വർഷം അങ്ങോട്ട് സമയം തന്നിട്ടില്ലേ, നോക്കാം. 2 വർഷം ഇല്ല, ഇനി 1.5 വർഷം കൂടെ ഉള്ളെന്ന് തോന്നുന്നു. തട്ടട്ടരുവിനെ കാണാൻ പറ്റുമോ? മിക്കവാറും മേ ബി ഒരു 85-90% കാണാൻ പറ്റും. അല്ലെങ്കിൽ എനിക്കറിയാം 10% നമ്മുടെ കയ്യിലല്ലോ. നമ്മളിപ്പം ആലോചിക്കുന്ന തീരുമാനിക്കുന്ന പോലെ ഒന്നും അല്ലല്ലോ കാര്യങ്ങൾ, ദൈവത്തിന്റെ വിളിക്കാറുണ്ടോ? അവര് ചേട്ടനോ അനിയനോ അല്ലാടാ, അവര് വിളിക്കട്ടെ, വിളിക്കുവോ പിന്നെ സംസാരിക്കോ, അവരെന്ത്. ഈ വീഡിയോയായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ട്. അപ്പം ഈ വീഡിയോ സ്വീകരിക്കേണ്ടായിരുന്നില്ല എന്ന് തോന്നിയിട്ടുണ്ടോ? ഞാനല്ലല്ലോ സ്വീകരിച്ചത്, അവനൊന്നും മൈൻഡ് ചെയ്യാറില്ല. പിന്നെ അവന്റെ ബ്ലോഗിൽ കൂടെ അവൻ ചെയ്യട്ടെന്നേ, ലൈവ് കൊടുക്കട്ടെ, അത് അവന്റെ ഇതല്ലേ. ബിഷപ്പിനെ നോട്ടീസ് കിട്ടിയല്ലോ, അപ്പം അതിനെന്താണ് റെസ്പോൺസ്? അതിന് റെസ്പോൺസ് നിയമപരമായിട്ടല്ലേ നമുക്ക് നോട്ടീസ് കിട്ടി, അപ്പം തിരിച്ച് നിയമപരമായിട്ട് തന്നെ നമുക്ക് പോകാം. അതിനെപ്പറ്റി കൂടുതൽ അതുപോലെ തന്നെ ഒരു വീഡിയോയിൽ കണ്ടു രേണുവിന്റെ അച്ഛനെ നാറിയെന്ന് വിളിക്കുന്നുണ്ട്. കണ്ടല്ല കേട്ടു. ബിഷപ്പ് അങ്ങനെ വിളിച്ചിട്ടില്ല. ബിഷപ്പല്ലേ വിളിച്ചത്? ആരാ വിളിച്ചത്? ഫിറോസ് വിളിച്ചല്ലേ? ഓക്കെ. അപ്പൊ അതിന് ഒരു പ്രതികരിച്ചായിരുന്നല്ലോ, അതിന് തിരിച്ചും പ്രതികരിച്ച് ആള് സൗമ്യമായിട്ട് സംസാരിച്ചതുകൊണ്ട് തിരിച്ചെനിക്കൊന്നും പ്രതികരിക്കാൻ പറ്റുന്നില്ല. എന്നെ ദേഷ്യം കേട്ടി കഴിഞ്ഞാൽ ഫിറോസൊക്കെ അറിയാം ഞാൻ എന്തൊക്കെയാ വിളിച്ചു പറയാം, എനിക്ക് തന്നെ അറിയത്തില്ല. എന്തിനാ ദേഷ്യം കേട്ടത്? മര്യാദയ്ക്ക് ഇപ്പം പറഞ്ഞ പുള്ളി അദ്ദേഹം മര്യാദയ്ക്ക് പറഞ്ഞുകൊണ്ട് ഞാനും മര്യാദയ്ക്ക് സംസാരിക്കും. നമ്മൾ തമ്മിലുള്ള ബന്ധം എന്ന് പറയുമ്പോൾ അത് വേറെ രീതിയിലേക്ക് ആളുകൾ കണ്ടിട്ടുണ്ട്. അതാണ് സംഭവം. കാണുന്നവർ കാണട്ടെ. ഇപ്പൊ ഞാൻ പറയുന്ന എല്ലാം ശരിയാണോ തെറ്റാണോ എന്ന് അറിയാതല്ലേ ആൾക്കാർ പ്രതികരിക്കുന്നത്, ഓരോ കമന്റ്സ് തന്നെ. അപ്പം ആൾക്കാരുടെ മനസ്സിലല്ലേ, അതിപ്പോ എനിക്ക് എന്താ പറയണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി കൂടുതൽ ഞാൻ പറയുന്നില്ല. പറഞ്ഞപ്പോ ഇവര് കുറെ ഈ പറഞ്ഞ പോലെ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അത് ഇത് മാത്രമാണ്, ഫിറോസിന്റെ കാര്യം മാത്രമല്ലല്ലോ, ഒരുപാട് കാര്യങ്ങൾ വളച്ചൊടിക്കുന്നില്ലേ. ഇത് മാത്രം എന്ത് വളച്ചൊടിക്കുന്നൊന്നും ഇല്ലല്ലോ, ഒരുപാട് കാര്യങ്ങൾ വളച്ചൊടിക്കുന്നുണ്ട്. ഞാനിപ്പോ അതിന് കൂടുതൽ പറയണ്ട, കാരണം ഇങ്ങോട്ടും മര്യാദക്കാണ് സംസാരിച്ചുകൊണ്ട് അടുത്തൊരു വീഡിയോ പുള്ളി ഇട്ടായിരുന്നു. മര്യാദക്കാണ് സംസാരിച്ചത്, അതുകൊണ്ട് ഞാനൊന്നും മിണ്ടുന്നില്ല. കിച്ചുവിന്റെ പ്രതികരണം എന്തായിരുന്നു? കിച്ചു ഇതൊന്നും പ്രതികരിക്കാറില്ലെന്ന് തോന്നുന്നു. അവന്റെ ലൈവിൽ അവന്റെ വ്ളോഗിൽ ലൈവ് പോകുന്നതല്ലാതെ അവൻ ഇതിനെപ്പറ്റി ഒരു മാധ്യമങ്ങളോടും പ്രതികരിക്കുന്ന ഞാൻ കണ്ടിട്ടുമില്ല, കേട്ടിട്ടുമില്ല. അവൻ എന്നോടും പ്രതികരിക്കാറില്ല. ഇപ്പൊ വിളിച്ചായിരുന്നു, ഇപ്പൊ നിങ്ങൾ പറയും വിളിച്ചതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. വിളിച്ചത് മകൻ അമ്മേനെ വിളിക്കുന്ന, അമ്മ മകനെ വിളിക്കുന്നത് വലിയ സംഭവമായിട്ടൊന്നും ഞാൻ പറയുന്നതല്ല. ഇനി ഇങ്ങനെ കുറെ എണ്ണം വെച്ചിട്ടുണ്ട്, ഇങ്ങനെ വലിയ സംഭവം കിച്ചു ഞാനും തമ്മി മിണ്ടുന്നില്ല, മറ്റേതാ മറിച്ചത്, അതുകൊണ്ട് എടുത്ത് പറയുന്നതേ ഉള്ളൂ. അല്ലാതെ കള്ളത്തരം പറയുന്നതോ കള്ളത്തരം നിങ്ങളെ ബോധിപ്പിക്കാൻ കാണിക്കുന്ന ഇതൊന്നുമല്ല. നമ്മളങ്ങനെ ആൾക്കാർ കമന്റ് ഇടുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞു, കമാൻഡ് ഇടുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞത്. അതിലെന്തൊക്കെ പറയാൻ പറ്റുമോ? ആ ഒരു വന്ന നോട്ടീസ് വന്നില്ല, ലീഗൽ നോട്ടീസ്, അത് പറയാൻ പറ്റില്ല. സത്യം പറഞ്ഞാൽ ഞാൻ മുഴുവൻ വായിച്ചിട്ടില്ല. അത് നമ്മൾ നിയമപരമായിട്ട് പോകുന്ന കാര്യമാണ്. നമ്മളിപ്പോഴേ എന്തിനാ വെറുതെ ഇട്ട് കൊടുക്കുന്നത്, ജനങ്ങൾക്കിടയിൽ ഇട്ട് വെറുതെ എന്തിനാ ഇട്ട് അലക്കിക്കുന്നത്? അതിന്റെ ആവശ്യമില്ല. അപ്പൊ നിയമത്തിന്റെ വഴി പോട്ടെ. ശരിക്കും നിങ്ങൾ വീട് മാറാനായിട്ടുള്ള നോക്കുന്നുണ്ടോ? ഇല്ല, നോക്കുന്നുണ്ട്.